ഇടുക്കി ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീട് തകർത്തു. സിംഗ് സ്വദേശി മുരുകന്റെ വീടാണ് തകർത്തത്. ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. 2 ആഴ്ച മുമ്പ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ മാരി എന്ന സ്ത്രീ കൊല്ലപ്പെട്ടതും ഇതേ സ്ഥലത്താണ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, നേരത്തെ ആക്രമണമുണ്ടായ അതേ ഇടത്ത് ഇപ്പോൾ വീണ്ടും കാട്ടാന എത്തിയിരിക്കുന്നു. രാഹുൽ, എന്താണ് അറിയാനാകുന്നത്? എത്രത്തോളം നാശനഷ്ടം വരുത്തിയിരിക്കുന്നു? സ്മൃതി, ഈ ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനാക്രമണം നിത്യസംഭവമാവുകയാണ്. ഈ മാരിയെ കൊലപ്പെടുത്തിയത് ഏതാണ്ട് 2 ആഴ്ച മുന്നേ ആയിരുന്നു. അതേ പ്രദേശത്ത് വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയിട്ടുണ്ട് എന്നാണ് ഗൗരവമായിട്ടുള്ള കാര്യം. അതിൽ ചക്കക്കൊമ്പനാണ് ഈ വീട് തകർത്തതെന്നാണ് പറയുന്നത്. ചിന്നക്കനാൽ സിംഗുകണ്ഠം സ്വദേശിയായിട്ടുള്ള മുരുകന്റെ വീടാണ് ഇന്ന് പുലർച്ചയോടുകൂടി തകർച്ചത്. ഈ പ്രദേശത്ത് കാട്ടാനാക്രമണം നിത്യസംഭവമായതോടെ മുരുകൻ ഈ വീട്ടിൽ നിന്ന് മാറി സൂര്യനെല്ലിയിലേക്ക് താമസം മാറ്റുകയും ചെയ്തിരുന്നു. ഈ വീടിനകത്തുണ്ടായിരുന്നത് ഈ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളായിരുന്നു. അതുകൊണ്ട് ആളുകളൊന്നും ഇല്ലാത്തതിനാൽ ആളുകൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ ഈ പ്രദേശത്ത് കാട്ടാനാക്രമണം നിത്യസംഭവമായതോടെ ആളുകൾക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാനാക്രമണം ഉണ്ടാകുന്നു എന്നാണ് ആളുകൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും വിഷയം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. ഈ പ്രദേശത്ത് നിന്നും കാട്ടാനകളെ തുരത്താൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് വനം മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണമാണ് ഇടുക്കിയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു വീട് പൂർണ്ണമായും തകർത്തിരിക്കുന്നു.